വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കാളക്കെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇത് 2500 സ്ക്വയർ ഫീറ്റിൽ 14 സെൻറ്റ് പ്ലോട്ടിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഇടിയും മിന്നലും ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു നോയ്സ് ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണേ. അപ്പോൾ ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ വിളിച്ച് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ബിനു ഷൈനി ദമ്പതികളുടേതാണ് ഈ ഒരു മനോഹരമായ വീട്. ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് KM ഗ്രൂപ്പാണ്. അനസാണ് ഇതിൻ്റെ ആർക്കിടെക്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലോട്ട് പോകാം. വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പ്ലോട്ട് 14 സെൻറ്റാണ്. അതിനകത്താണ് ഈ വീട് നിൽക്കുന്നത്. മുറ്റത്തായിട്ടൊക്കെ ഇൻ്റർലോക്കും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കേട്ടോ മുറ്റം കിടക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് കണ്ടില്ലേ, ഒരു ഹിഡൻ ആയിട്ടാണ് ഇവിടെ കിണർ ചെയ്തിരിക്കുന്നത്. ഒരു ഹാഫ് വോൾ വന്നിട്ട് അതിൻ്റെ ബാക്കിലായിട്ടാണ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ ഒരു കിണർ കാണാൻ സാധിക്കില്ല. ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കല്ലാത്തിയൊക്കെ വെച്ചുകൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സിറ്റ് ഔട്ടിലോട്ട് പോകാം. ഇവിടെ ഒരു നീളത്തിലുള്ളൊരു സിറ്റ് ഔട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡിലാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറിയാലോ. ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ്. ഇവിടെ നല്ലൊരു കോർണർ സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നു. പിന്നെ ഇതായി ഒരു വോളിലായിട്ടാണ് TV യൂണിറ്റ് വന്നിട്ടുള്ളത്. അതിന് കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു ഡെക്കോ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത് PU ഷീറ്റിലാണ്. ബാക്കിലായിട്ട് ഇങ്ങനെ പാനലിങ് ചെയ്തിട്ടുണ്ട്. അത് മൾട്ടിവുഡിൽ മൈക്ക ലാമിനേഷനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്ലോറിലായിട്ടൊക്കെ ഒനിക്സിൻ്റെയും കജാരയുടെയും ബ്രാൻഡഡ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷൻ കാണാം. ഇപ്പോൾ നമ്മൾ വരുന്നത് നമ്മുടെ ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവിടെ ഫ്ലോറിലായിട്ട് വുഡൻ ടെക്സ്ചറിലുള്ള ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബാക്ക് പോർഷൻ കണ്ടോ, സ്റ്റെപ്പിന് താഴെയായിട്ട് ഇവിടെ ഒരു ചെറിയ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വോളിലായിട്ട് ഒറിജിനൽ ബ്രിക്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് ക്ലിയർ അടിച്ച് കൊടുത്തിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ കുറേ പ്ലാന്റ്സ് വെച്ച് കൊടുത്തിരിക്കുന്നു. ഇത് ലൈവ് പ്ലാന്റ്സ് അല്ല കേട്ടോ, കാരണം നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ലൈവ് പ്ലാന്റ്സ് അല്ല കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നല്ലൊരു ഗ്രീനറി കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ്ങിൻ്റെ ഓപ്പോസിറ്റിലായിട്ടാണ് കേട്ടോ ഈ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും PU ഷീറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു റൗണ്ട് മിറർ ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു റൂം കണ്ടില്ലേ, ഇതിനകത്ത് ബാത്റൂം അറ്റാച്ച്ഡ് അല്ല. അപ്പോൾ ഇവിടെ ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റൂമിനകത്ത് ബാത്റൂം വന്നിട്ടില്ല, പകരം ഒരു കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുത്തിരിക്കുന്നു. നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് PVC ഷീറ്റാണ്. നല്ലൊരു കളർ കോംബോ യൂസ് ചെയ്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നു. ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലായിട്ട് കിച്ചൺ ടൈൽസ് തന്നെയാണ്. ഡബിൾ തിക്നെസ്സിലുള്ള കിച്ചൺ ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ കൂടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് കാണാം. ടോട്ടൽ 4 ബെഡ്റൂംസ് ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. ഇവിടെ ബെഡ്റൂംസ് ഒക്കെ 12x11 സൈസിലാണ് ചെയ്തിട്ടുള്ളത്.
നമ്മുടെ ഈ ഒരു ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കോട്ടും ഒക്കെ തന്നെ നമ്മുടെ ഇൻറ്റീരിയറിൽ വരുന്നുണ്ട്. കോട്ട് ചെയ്തിരിക്കുന്നത് ടീ വുഡിലാണ്. 2 സൈഡ് ടേബിൾസ് വരുന്നുണ്ട്, അത് മൾട്ടി വുഡിലാണ്. പിന്നെ ഹെഡ് റെസ്റ്റ് PVC പാൻഡിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു വാർഡ്രോബും അതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രസ്സിങ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ബാത്റൂം വരുന്നത്. ഇനി നമുക്കിവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂം കാണാം. ഈ ഒരു ബെഡ്റൂമിൽ ഞാൻ നേരത്തെ പറഞ്ഞു ബാത്റൂം അറ്റാച്ച്ഡ് അല്ല, പകരം നമ്മൾ പുറത്തൊരു കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നല്ലൊരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്, കൂടെ തന്നെ നല്ലൊരു ഡ്രസ്സിങ് ടേബിളും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയാലോ. ഇവിടെ ഈ സ്റ്റെപ്സിൻ്റെ ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത് ടീ വുഡിൽ തന്നെയാണ്. ഈ ഒരു വിൻഡോ കണ്ടു, ഈ ഒരു വലിയ ഒരു ലോങ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീടിനുള്ളിലേക്ക് നല്ല രീതിയിലുള്ള പ്രകാശം കിട്ടും. ഷിയർ കർട്ടനും കൂടെ വന്നപ്പോൾ ആ ഒരു ബ്രൈറ്റ്നസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ചൂടധികം ഉള്ളിലേക്ക് കിടക്കാത്ത രീതിയിലാണ് നമ്മൾ ഷിയർ കർട്ടൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെയും 2 ബെഡ്റൂംസും പിന്നെ ഒരു കോമൺ ബാത്റൂമും ആണ് വരുന്നത്. പിന്നെ ഇതാ ഇവിടെ ഒരു ചെറിയ ബാൽക്കണി ഏരിയ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിവിടുത്തെ ഒരു മൾട്ടി യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഇവിടെ ഇങ്ങനെ ഷീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ഫ്ലോറിലായിട്ട് ടൈൽസ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസും കൂടെ ചേർത്തിട്ടുള്ളൊരു സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. എൻ്റെ പേര് ബിനു, ഇത് വൈഫ്, ഇത് മക്കൾ, ഇത് അച്ഛനമ്മ. ഞാൻ നിഷയുടെ വീഡിയോ കണ്ടാണ് ടീം ഗ്രൂപ്പിനെ പരിചയപ്പെടുന്നത്. സേതു സാറാണ്, ഞാൻ ആദ്യം സേതു സാറിനെ വിളിക്കുന്നത്. സേതു സാർ പിന്നെ എന്നെ അനസിനെ പരിചയപ്പെടുത്തുന്നു. അനസാണ് ഇതിൻ്റെ ഡിസൈൻ എല്ലാം ചെയ്തത്. തുടക്കം അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് ആദ്യമൊക്കെ ഒരു അനസിനെ ഇവരുടെ കമ്പനിയെ കുറിച്ചൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം മാറിക്കിട്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ആർക്കിടെക്ട് എല്ലാം ഇതിന് ഡിസൈൻ കാര്യങ്ങളെല്ലാം ചെയ്ത് അനസാണ്. എനിക്ക് ഇതേപോലെ വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിലും കംപ്ലീറ്റ് അനസിൻ്റെ ഐഡിയ ആണ്. നല്ല വീട്, മനോഹരമായ ഒരു വീട്. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറം എനിക്കൊരു വീട് കിട്ടി. ആ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ടീമിന്, പ്രത്യേകിച്ച് അനസിന്. അനസാണെങ്കിൽ ഞങ്ങളോട് ഒരു എന്താ പറയണ്ടേ, ഒരു ക്ലയന്റിനോട് ഇടപെടുന്ന പോലെ അല്ല, ഒരു കുടുംബത്തിലെ അംഗത്തെ പോലാണ് അനസ് ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളതും ഇടപെട്ടിരിക്കുന്നതും എല്ലാം. പിന്നെ വളരെ സന്തോഷം. നല്ല അഭിപ്രായമായിരുന്നു. എല്ലാവരും പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് എല്ലാവരും കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷം. മോക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല വീട്, ഒത്തിരി ഇങ്ങനെ ആകുമെന്നൊന്നും ഒത്തിരി പ്രതീക്ഷിച്ചില്ല. ആദ്യം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ വരെ നിർത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല. പിന്നെ നല്ല ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അച്ഛനും അമ്മയ്ക്ക് എന്താ പറയാ? വളരെ ഇഷ്ടപ്പെട്ടു. ഇതുപോലൊരു വീട് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇതിൻ്റെ കഷ്ടപ്പാടിൻ്റെ പ്രയാസം കൊണ്ടൊക്കെ തമ്പരാനും നിങ്ങളെല്ലാം കൂടെ കൂടി ചെയ്തത് ഒരു നല്ല അഭിപ്രായത്തിൽ പെട്ട ഒരു വീടാണ്. വന്നവർക്ക് എല്ലാവർക്കും ഒന്നുകൊന്ന് മെച്ചമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ വീട് കയറിയാൽ അടുത്ത് കയറിയാൽ ഇല്ലാന്ന് വരെയാണ് പലരും സംഭവം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്രയും കൊണ്ടുവന്ന് ഒത്തിച്ചു തന്നതിന് ദൈവത്തിന് നന്ദി പറയും. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ ഈ ഭവനം പണിഞ്ഞു തന്ന അനസിനും ടീമിനും എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ബഹുമാനമുണ്ട് അവരോട്. അവർ ഞങ്ങൾ പറഞ്ഞതിലും ഒത്തിരി മുന്നിൽ ഞങ്ങൾക്ക് ഭവനം പണിഞ്ഞു തരികയും പറഞ്ഞതെല്ലാം കൃത്യനിഷ്ഠയായിട്ട് ചെയ്യുകയും എല്ലാം ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് അവരോടുള്ളത്. ഓക്കെ, എന്നാൽ അപ്പോൾ താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഈ വീടും വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീടിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻസിലൂടെ പറയണം. നിങ്ങളുടെ കമൻസാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. നിങ്ങൾക്ക് അതിൽ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും
നിങ്ങളുടെ ഒരു ഇമോജി ആണെങ്കിലും നിങ്ങളുടെ നെഗറ്റീവ്സ് ആയാലും പോസിറ്റീവ്സ് ആയാലും ഒക്കെ തന്നെ കമൻസിലൂടെ പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ വീട് പണി നടക്കുന്നവർക്കും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഓരോ വീട് കാണുമ്പോഴും കിട്ടുന്നുണ്ട് എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് 2500 സ്ക്വയർ ഫീറ്റിലാണ്. TM ഗ്രൂപ്പാണ്. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.